إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس ഉസീക്കും വഇയ്യായ അവ്വലം ബിത്തഖ്വല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെയും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ, നമുക്ക് ഓരോരുത്തർക്കും ഞാനൊരു മുസ്ലിമാണ് എന്ന് സ്വയം ബോധ്യം വരുത്തുന്ന ഒരു അമലാണ് നിസ്കാരം എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഉണർവേകുന്ന ഒരു ഇബാദത്ത്. ആ നിസ്കാരത്തെ സംബന്ധിച്ച് അതിൻ്റെ ഗൗരവം അതറിയിക്കുന്ന ഒരുപാട് ആയത്തുകളും ഹദീസുകളും നമുക്ക് കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ സ്വഹാബത്ത് റസൂലിൽ നിന്നും നിസ്കാരവുമായി ബന്ധപ്പെട്ട ഒരുപാട് വളരെ സൂക്ഷ്മമായ കാര്യങ്ങൾ പോലും രേഖപ്പെടുത്തിയത് അനേകായിരം ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് പരന്നു കിടക്കുന്ന വിശാലമായ വിശദീകരണങ്ങളും പഠനങ്ങളും നടന്നിരിക്കുന്ന ഒന്നാണ് നമ്മുടെ നിസ്കാരം എന്ന് പറയുന്നത്. കാരണം ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് നിസ്കാരം അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് നിസ്കാരത്തിന്റെ മഹത്വം അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഓരോ ദിവസവും നമ്മൾ നിർവഹിക്കേണ്ട 5 നേരം സമയം നിർണയിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നിർവഹിച്ചു പോരുന്ന നിസ്കാരത്തെപ്പറ്റി ഒരു മുഹാസബത്തുൻ നഫ്സ്, ഒരു ആത്മവിചാരണ നമ്മൾ ഓരോരുത്തരും നടത്തേണ്ടതുണ്ട്. നിസ്കാരത്തെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയത് വഅമൂദുഹു അസ്സലാ, ഇസ്ലാമിന്റെ നെടുന്തൂൺ, ഈ ദീനിന്റെ മർമ്മമാണ് നിസ്കാരം എന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട അമലാണ് നിസ്കാരം എന്നതിൽ യാതൊരു തർക്കവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത്രത്തോളം നിസ്കാരവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഈ ഒരു ഉമ്മത്തിൽ മാത്രമല്ല, മുൻകഴിഞ്ഞു പോയ എല്ലാ പ്രവാചകന്മാരും അവരുടെ ചരിത്രങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാലും അവരുടെയൊക്കെ ഉമ്മത്തിൽ അള്ളാഹു ശറഅാക്കിയതാണ് നിസ്കാരം എന്ന് പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ പ്രാർത്ഥന നമുക്ക് കാണുവാൻ സാധിക്കും. റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈറ ദീ സറഇൻ ഇൻദ ബൈതികൽ മുഹറം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്, റബ്ബേ, എന്റെ സന്താനങ്ങളിൽ ചിലരെ കൃഷിയൊന്നുമില്ലാത്ത താഴ്വരയിൽ നിന്റെ പവിത്രമായ കഅബയുടെ ആ ഭവനത്തിന്റെ അടുത്ത് ഞാനിതാ താമസിപ്പിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടി? റബ്ബന ലിയുഖീമുസ്സലാ, എന്റെ റബ്ബേ, അവർ നിസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്നതിനു വേണ്ടി. മൂസാ നബി അലൈഹിസ്സലാം
അദ്ദേഹവുമായുള്ള അള്ളാഹുവിന്റെ ആ സംഭാഷണം, അതിന്റെ വേളയിൽ പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് കാണുവാൻ സാധിക്കും. വജഅലൂ ബുയൂതകും ഖിബ്ലതൻ, നിങ്ങൾ നിങ്ങളുടെ വീടുകൾ ഖിബ്ലകളാക്കുക. വഅഖീമുസ്സലാ, ശേഷം നിങ്ങൾ മുറപ്രകാരം നിസ്കാരം നിർവഹിക്കുകയും ചെയ്യുക എന്ന് സൂറത്തു യൂനിസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ മുൻകഴിഞ്ഞ എല്ലാ ഉമ്മത്തിലും നിസ്കാരം അതുണ്ടായിരുന്നു എന്നറിയിക്കുന്ന തെളിവുകൾ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ കഴിയും. ഒരുപക്ഷെ അതിന്റെ രൂപത്തിലും രീതികളിലും ഒരുപക്ഷെ വ്യത്യാസമുണ്ടായിരുന്നേക്കാം. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തെപ്പറ്റി, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി ഒരുപാട് തന്റെ അനുചരന്മാരെ പഠിപ്പിക്കുന്നതും അവരെ ഉണർത്തുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും. പലപ്പോഴായി റസൂലിന്റെ അരികിലേക്ക് ഉപദേശങ്ങൾ തേടി വരാറുള്ള സ്വഹാബത്ത് അവർക്ക് പല സന്ദർഭങ്ങളിലും നിസ്കാരത്തെ തൊട്ടുള്ള കാര്യത്തെപ്പറ്റി ഉണർത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരിക്കൽ ഒരു സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നു. അദ്ദേഹം പറയുകയാണ്, അല്ലിംനി വഔജിസ്, റസൂലേ, എനിക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നാലും എനിക്കൊരു ഉപദേശം നൽകിയാലും അതെനിക്ക് വളരെ ചുരുങ്ങിയ രൂപത്തിലുള്ള ഉപദേശമായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 2-3 കാര്യങ്ങൾ ആ സ്വഹാബിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതിലൊന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന കാര്യം, ഇദാ ഖുംത ഫീ സ്വലാതിക ഫസല്ലി സ്വലാത മുവദ്ദിഅ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, നീ നിസ്കരിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ഈ ദുനിയാവിൽ നിന്നും വിട പറയുന്നവനെ പോലെ സ്വലാത്ത മുവദ്ദിഅ, നിന്റെ അവസാനത്തെ നിസ്കാരമാണ് ഇത് എന്ന രൂപത്തിൽ നീ ഓരോ നിസ്കാരത്തെയും നോക്കിക്കാണണം എന്ന ഉപദേശമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വഹാബിക്ക് നൽകുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉപദേശം തേടി വന്ന ഒരു സ്വഹാബി, അദ്ദേഹത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുന്നത് നിസ്കാരത്തെ പറ്റിയാണ്. ഈ ഹദീസിൽ തന്നെ മറ്റു ചില 2 കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരാളോട് സംസാരിക്കുമ്പോൾ ആ സംസാരിച്ചതിനെപ്പറ്റി അയാളോട് പിന്നീട് മാപ്പ് പറയേണ്ട രൂപത്തിലുള്ള സംസാരം നിന്റെ ഭാഗത്തു നിന്നുണ്ടാകരുത്. സംസാരത്തിന്റെ വിഷയത്തിൽ സൂക്ഷ്മത പുലർത്തണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ, അതിൽ നീ കൂടുതൽ നിനക്കും അതുപോലെ ഉണ്ടാകണം എന്ന അതിയായ ആഗ്രഹം ഈ ദുനിയാവിന്റെ വിഷയത്തിൽ നിനക്കുണ്ടാകുവാൻ പാടില്ല എന്നതുകൂടെ ആ സ്വഹാബിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശം നൽകുന്നത് കാണാൻ കഴിയും. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തത് നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ രൂപത്തിൽ നിരവധി സന്ദർഭങ്ങളിൽ നിസ്കാരവുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഉപദേശങ്ങളും ഈ പറയുന്ന രൂപത്തിൽ വസിയത്തുകൾ നൽകിയത് കാണുവാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിന്റെ വേളയിൽ മരണം മുന്നിൽ കണ്ടു കിടക്കുന്ന സന്ദർഭം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗങ്ങൾ കൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ, അതിനുശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നത്. അങ്ങനെ അവിടത്തേക്ക് ബോധം പോലും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ആ സമയത്ത് പോലും ഇടക്ക് ബോധം വരുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വഹാബത്തിനെ, അവിടെ ഉണ്ടായിരുന്നവർക്ക് ഓർമ്മപ്പെടുത്തുന്നത് എന്ത് കാര്യമാണ്? അസ്വലാ, നിസ്കാരത്തിൽ നിങ്ങൾ മുറുകെ പിടിക്കണം എന്ന കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് എന്ന് റസൂലിന്റെ ഭാര്യ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ ഒരുപാട് ഉപദേശങ്ങൾ നൽകി. അതേപോലെ തന്നെ മരണത്തിന്റെ വേളയിലും അവിടത്തേക്ക് നമ്മളെ ഓർമ്മപ്പെടുത്തിയതും ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിച്ചതും നിസ്കാരത്തിന്റെ വിഷയമാണ്. നിസ്കാരം അത്രയും പ്രാധാന്യമുള്ളത് കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണത്തിന്റെ വേളയിൽ പോലും മറ്റൊരു റിവായത്തിൽ നമുക്ക് കാണാം, മരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൊണ്ടക്കുഴിയിലെത്തിയിട്ടുണ്ട്. അപ്പോഴും റസൂല് പറയുന്നത് അസ്വലാ, നിങ്ങളുടെ നിസ്കാരം അത് നിങ്ങൾ സൂക്ഷിക്കണം എന്നതാണ് എന്ന് കാണുവാൻ സാധിക്കും. ഒരുപക്ഷെ നമ്മളിൽ പല ആളുകളും ഈ നിസ്കാരത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയവരാണ്. പക്ഷേ അത് പ്രവൃത്തിപഥത്തിലേക്ക് വരുമ്പോൾ, അത് നിർവഹിക്കുന്ന സന്ദർഭത്തിൽ, നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ സ്വഫിലേക്ക് വന്നിരിക്കുമ്പോൾ നിൽക്കുന്ന സന്ദർഭത്തിൽ അതിനോട് നമ്മളുടെ സമീപനം, എന്റെയും നിങ്ങളുടെയും ഒക്കെ സമീപനം നിസ്കാരത്തോടുള്ളത് പല രൂപത്തിലാണ് എന്ന് കാണാൻ കഴിയും. നമ്മൾ ഓരോരുത്തരും നിസ്കാരത്തെ സമീപിക്കുന്നത് പല രൂപത്തിലാണ്. നിസ്കരിക്കുന്ന ആളുകൾ തന്നെ പലപ്പോഴും ചില ആളുകൾ അവർ
പേര് മുസ്ലിമായിരിക്കാം, പക്ഷേ നിസ്കാരം ഉപേക്ഷ വരുത്തുന്നത് തീരെ നിസ്കരിക്കാത്ത ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ഇനി നിസ്കരിക്കുന്ന ആളുകൾ തന്നെ അവർ സ്ഥിരമായി നിസ്കരിക്കാതെ എപ്പോഴെങ്കിലുമൊക്കെ നിസ്കരിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ പലപ്പോഴും നിസ്കരിക്കും, ചില സന്ദർഭങ്ങളിൽ നിസ്കാരം ഒഴിവാക്കുന്ന ആളുകൾ. ഇങ്ങനെ നിസ്കാരത്തോട് നമ്മുടെയൊക്കെ സമീപനം പല രൂപത്തിലുള്ളതാണ് എന്ന് കാണാൻ കഴിയും. ഈ രൂപത്തിൽ നിസ്കാരത്തെ മനഃപൂർവ്വം ഒഴിവാക്കുന്ന ആളുകൾ പ്രബലമായ അഭിപ്രായ പ്രകാരം നമുക്ക് കാണാം. പണ്ഡിതന്മാർ ഇങ്ങനെ മനഃപൂർവ്വം നിസ്കാരം ഒഴിവാക്കുന്ന ആളുകളെ പറ്റി അവർ കാഫിറുകളാണ് എന്ന് പറഞ്ഞത് കാണുവാൻ സാധിക്കും. പേര് മുസ്ലിം ആയതുകൊണ്ട് കാര്യമില്ല എന്നർത്ഥം. സഹോദരങ്ങളെ, ഈ വിഷയം വളരെ ഗൗരവമുള്ളതാണ്. ഒരാൾ കാഫിറാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം, ഒരാൾ കാഫിറായി കഴിഞ്ഞാൽ പിന്നീട് അവരോട് സലാം പറയാൻ പാടില്ല. അതുപോലെ തന്നെ അവരെ മുസ്ലിമീങ്ങളുടെ മഖബറകളിൽ മറമാടാൻ അനുവദിക്കരുത്. അവരുമായിട്ടുള്ള വിവാഹബന്ധം പാടില്ല. അവരുടെ അനന്തരാവകാശം സ്വീകരിക്കാനോ അവർക്ക് നൽകുവാനോ പാടില്ല. ഇത്തരം ഗൗരവമുള്ള വിഷയമാണ് ഒരാൾ കാഫിറാണ് അല്ല എന്ന് പറയുന്നിടത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരാൾ കാഫിറാണ് എന്ന് പറയുമ്പോൾ വെറുതെ അങ്ങ് വിട്ടുപോകാൻ പാടില്ല. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരവുമായി ബന്ധപ്പെടുത്തി നമുക്ക് പറഞ്ഞു തന്ന ഹദീസുകളിൽ നമുക്ക് കാണാം, അൽ അഹ്ദുൽ ലദീ ബൈനനാ വബൈനഹും അസ്സലാ, നമുക്കും അവർക്കുമിടയിലുള്ള വ്യത്യാസം, മറ്റ് വിശ്വാസികളായ ആളുകളും അവിശ്വാസികൾക്കും ഇടയിലുള്ള വ്യത്യാസം എന്താണ്? അത് നിസ്കാരമാണ്. ഫമൻ തറകഹാ ഫഖദ് കഫർ, ആരാണോ അത് ഉപേക്ഷിച്ചത് അവൻ കാഫിറായിരിക്കുന്നു, അവൻ കാഫിറാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ വ്യക്തമായി തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. മാത്രവുമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും പഠിപ്പിക്കുന്നു, ബൈനർ റജുലി വബൈനൽ കുഫ്രി വശിർക്കി തർക്കുസ് സലാ, ഒരു മനുഷ്യന്റെയും അവന്റെ ശിർക്കിന്റെയും കുഫ്രിന്റെയും ഇടയിലുള്ള വ്യത്യാസം അതെന്താണ്? നിസ്കാരം ഒഴിവാക്കലാണ് എന്ന് നമുക്ക് കാണാം. ഒരു നിസ്കാരം ഒഴിവാക്കി കഴിഞ്ഞാൽ അവൻ എത്തിച്ചേരുന്നത് കുഫ്റിലാണ്. സ്വഹാബത്തിനെ പറ്റി താബിഈങ്ങൾ പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. സ്വഹാബത്ത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ ഇബാദത്ത് മാത്രമേ അത് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഉപേക്ഷിക്കുന്നവൻ കാഫിറാവുകയുള്ളൂ എന്ന വിശ്വാസം സ്വഹാബത്തിനിടയിൽ ഒരൊറ്റ ഇബാദത്തിനെ പറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാന അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ യറൗന ശൈഅൻ മിനൽ അഅമാലി തർക്കുഹു കുഫ്റുൻ. താബിഈങ്ങൾ പറയുകയാണ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ സ്വഹാബത്ത് അവർ ഒരു അമലിനെയും അത് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ കുഫ്റാണ് എന്ന് അവർ വിശ്വസിച്ചിരുന്നില്ല. ഗൈറ സ്വലാ, നിസ്കാരം ഒഴിവാക്കി കഴിഞ്ഞാൽ അവൻ കാഫിറാണ് എന്ന് സ്വഹാബത്ത് ഒന്നടങ്കം അവർ വിശ്വസിച്ചിരുന്ന കാര്യമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, മല്ലം യുസല്ലി ഫലാ ദീന ലഹു, ആരാണോ നിസ്കരിക്കാത്തത് അവന് ദീനില്ല എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ മഹാനായ സ്വഹാബി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഇന്നഹു ലാ ഹദ്ദ ഫിൽ ഇസ്ലാമി ലിമൻ അദാഅ സ്വലാ, ആരാണോ നിസ്കാരത്തെ ഉപേക്ഷ വരുത്തുന്നത്, നിസ്കാരത്തിന്റെ വിഷയത്തിൽ ആരാണോ ശ്രദ്ധിക്കാത്തത് അവന് ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രണ്ടാം ഖലീഫ നമ്മളോട് പറയുകയാണ്. സഹോദരങ്ങളെ, ഇത്രയും ഗൗരവമുള്ള വിഷയമാണ് നിസ്കാരം എന്ന് പറയുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ഭരണകാലത്ത് തന്റെ ഗവർണർമാരായ ആളുകൾക്ക് കത്തയക്കാറുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം രേഖപ്പെടുത്തിയത് ഇപ്രകാരമാണ്. അദ്ദേഹം അതിന് തുടക്കത്തിൽ തന്നെ എഴുതും, എന്താണ്? അന്നഹു കതബ ഇലാ അൻമാലിഹി, തന്റെ ഗവർണർമാർക്ക് അദ്ദേഹം കത്തെഴുതുകയാണ്. എന്നിട്ട് പറയും, ഇന്ന അഹമ്മ ഉമൂരിക്കും ഇൻദി അസ്സലാ, നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് നിസ്കാരമാണ് എന്ന് അദ്ദേഹം എഴുതുകയാണ്. മൻ ഹഫളഹ വഹാഫള അലൈഹാ ഹിഫ്ള ദീനഹു, അതാരെങ്കിലും സംരക്ഷിച്ചു കഴിഞ്ഞാൽ ഈ നിസ്കാരത്തിന്റെ വിഷയത്തിൽ അതാരാണോ മുറുകെ പിടിക്കുന്നത്, അതിൽ സൂക്ഷ്മത പുലർത്തുന്നത് ആരാണോ അവർ അവരുടെ ദീനിനെയാണ് സുരക്ഷിതമാക്കിയിരിക്കുന്നത്. അതല്ലാത്തവൻ അവന്റെ ദീനിനെ പാഴാക്കി കളഞ്ഞിരിക്കുന്നു എന്നതാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് കാണുവാൻ സാധിക്കും. മാത്രവുമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഒരുപാട് സന്ദർഭത്തിൽ നിസ്കാരത്തിന്റെ ഗൗരവത്തെപ്പറ്റി നമ്മെ ഓർമ്മപ്പെടുത്തിയത് കാണുവാൻ കഴിയും. അബ്ദുല്ലാഹി ഇബ്നു ഉമർ
അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ ഹാഫള അലൈഹ കാനത് ലഹു നൂറൻ വബുർഹാനൻ വനജാതൻ ഇലാ യൗമിൽ ഖിയാമ. നിസ്കാരത്തിന്റെ കാര്യം ഒരാൾ കൃത്യമായി സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഖിയാമത്ത് നാളിൽ അവന് പ്രത്യേകമായ പ്രകാശമുണ്ടായിരിക്കും. വബുർഹാനൻ, അതുപോലെ തന്നെ അവന് നിസ്കാരം അവന് ഒരു പ്രമാണമായിരിക്കും, അവനനുകൂലമായി വരുന്ന ഒരു പ്രമാണമായിരിക്കും. വനജാതൻ, അതുപോലെ തന്നെ ഖിയാമത്ത് നാളിൽ അതവനൊരു രക്ഷയായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. നിസ്കാരത്തെ പറ്റിയാണ്. എന്നാൽ വമൻ ലം യുഹാഫിദ് അലൈഹ, അതാരാണോ സൂക്ഷിക്കാത്തത്, അതിന്റെ വിഷയത്തിൽ അശ്രദ്ധ കാണിക്കുന്നത് ആരാണോ അവരെപ്പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലം യകുൽ ലഹു നൂറുൻ, അവന് ഒരു പ്രകാശവും ഉണ്ടായിരിക്കുകയില്ല, അവൻ ഇരുട്ടിലായിരിക്കും. വലാ ബുർഹാനുൻ വലാ നജാത്തുൻ, അവന് യാതൊരു രക്ഷയുമില്ല, അവനനുകൂലമായ ഒരു പ്രമാണവും അന്ന് അവന്റെ കൂടെ ഉണ്ടാവുകയില്ല. മാത്രവുമല്ല, കാന യൗമൽ ഖിയാമത്തി മഅ ഫിർഔന വഖാറൂന വഹാമാന വഉബയ്യ് ഇബ്നു ഖലഫ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിസ്കാരത്തിന്റെ വിഷയത്തിൽ ആ നിസ്കരിക്കാത്ത ആളുകൾ അവർ ആരുടെ കൂടെയായിരിക്കും? ലോകം കണ്ട എക്കാലത്തെയും ധിക്കാരികളായ ഫിർഔനിന്റെയും ആമാനിന്റെയും അതുപോലെ തന്നെ ഖാറൂനിന്റെയും ഉബയ്യ് ഇബ്നു ഖലഫിന്റെയും കൂടെയായിരിക്കും അവർ നാളെ പരലോകത്ത് നിൽക്കേണ്ടി വരിക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായ താക്കീത് ഈ വിഷയത്തിൽ നൽകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. നിസ്കരിക്കാത്തവരല്ല, നിസ്കാരത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധ കാണിക്കാത്തവർ നിസ്കരിക്കുന്നവർ തന്നെയായിരിക്കും. പക്ഷെ അതിന്റെ ഖുശൂഅോ അതിന്റെ അച്ചടക്കമോ ഒന്നും പാലിക്കാതെ, റുകൂഅോ സുജൂദോ കൃത്യമായി പാലിക്കാത്ത നിസ്കാരം അത് അശ്രദ്ധമായി കാണുന്ന ആളുകൾ അവർ ഈ രൂപത്തിലുള്ളവരായിരിക്കും. നിസ്കാരത്തിന്റെ സമയം അത് പരിഗണിക്കാത്ത ആളുകൾ അവർ ഈ ധിക്കാരികളുടെ കൂടെയായിരിക്കും നാളെ നിൽക്കേണ്ടി വരിക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഫിർഔൻ എന്ന് പറഞ്ഞാൽ ലോകം കണ്ട ഏറ്റവും വലിയ അഹങ്കാരിയായ ഭരണാധികാരിയാണ്. ഖാറൂൻ എന്ന് പറഞ്ഞാൽ വലിയ പണക്കാരനാണ്. ഹാറൂൻ വലിയ നേതൃത്വമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഉബയ്യ് ഇബ്നു ഖലഫ് ആകട്ടെ വലിയ ഒരു കച്ചവടക്കാരനും. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇതിന്റെ ഫായിദയായി ഉലമാക്കൾ പറയുന്ന ഒരു കാര്യം നമുക്ക് കാണുവാൻ സാധിക്കും. ഒരാളുടെ നിസ്കാരം അത് അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് എപ്പോഴാണ്? ഒന്നുകിൽ അവന്റെ അധികാരമായിരിക്കും, അല്ലെങ്കിൽ അവന്റെ സമ്പത്തായിരിക്കും. അതിനു വേണ്ടിയുള്ള നെട്ടോട്ടത്തിനിടയിൽ നിസ്കാരം പല ആളുകൾക്കും നഷ്ടപ്പെട്ടു പോകുന്നു. അല്ലെങ്കിൽ നിസ്കാരം നഷ്ടപ്പെടുത്തുന്നവർ ഒന്നുകിൽ അവന്റെ കച്ചവടമായിരിക്കും. ഇങ്ങനെ നിസ്കാരം നഷ്ടപ്പെടുത്തുന്നവർ ഈ വിഷയത്തിൽ, ഈ പറയുന്ന വിഷയത്തിലൊക്കെ ഏറ്റവും വലിയ ധിക്കാരികളായ അള്ളാഹുവിന്റെ ശിക്ഷകൾക്ക് വിധേയരായ ആ അഹങ്കാരികളുടെ കൂടെയായിരിക്കും, അള്ളാഹുവിന്റെ ശാപം ലഭിച്ച ആളുകളുടെ കൂടെയായിരിക്കും നിൽക്കേണ്ടി വരിക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഒരാളുടെയെങ്കിലും കരുണ എനിക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ, ഒരാളെങ്കിലും എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഓരോ നഫ്സും ആഗ്രഹിക്കുന്ന സമയം, ചുട്ടുപൊള്ളുന്ന സൂര്യന്റെ ആ അഗ്നിക്ക് തീരെ അങ്ങനെ വിയർപ്പിലൊളിച്ച് കുളിച്ചു നിൽക്കുന്ന സന്ദർഭത്തിൽ അങ്ങനെ ഒരാളെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന സമയമാണ്. പക്ഷേ നിസ്കാരം ഉപേക്ഷിച്ചവനാണെങ്കിൽ അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവന് കാണാൻ കഴിയുന്നത് ഈ ധിക്കാരികളായ ആളുകളായിരിക്കും. സഹോദരങ്ങളെ, നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ കച്ചവടമാണ് നിസ്കാരത്തിൽ നിന്നും നമ്മളെ മാറ്റിക്കളയുന്നതെങ്കിൽ ഉബയ്യ് ഇബ്നു ഖലഫിന്റെ കൂടെ നമ്മൾ നാളെ പരലോകത്ത് നിൽക്കേണ്ടി വരും. സമ്പത്താണ്, അതിനു വേണ്ടിയുള്ള നെട്ടോട്ടത്തിനിടയിലാണ് നമ്മുടെ നിസ്കാരത്തിൽ കുറവുകൾ സംഭവിച്ചതെങ്കിൽ നമ്മൾ നാളെ ഖാറൂനിന്റെ കൂടെ നാളെ പരലോകത്ത് നിൽക്കേണ്ടി വരും എന്ന ഒരു ചിന്ത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. ഈ വിഷയം അതിന്റെ ഗൗരവം അറിയിക്കുന്ന ഹദീസാണിത്. ഇങ്ങനെ നിസ്കാരത്തിൽ തീരെ ശ്രദ്ധ കൊടുക്കാത്ത ആളുകൾ, ഇന്ന് നിസ്കരിക്കുന്ന ആളുകൾ തന്നെ അവർ അതിന്റെ സമയം പാലിക്കാത്ത ആളുകളുണ്ട്. പല ആളുകളും പല നിസ്കാരങ്ങളും ഒരുമിച്ചങ്ങ് നിസ്കരിക്കുന്നത് കാണാം. ളുഹറും അസറൊക്കെ ഒരുമിച്ച് മഗ്രിബിന് തൊട്ട് മുൻപ് നിസ്കരിക്കും, അല്ലെങ്കിൽ മഗ്രിബും ഇശാവും ഒരുമിച്ച് നിസ്കരിക്കും. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ഖദാ എന്ന മസ്അല പറഞ്ഞുകൊണ്ട് പല ആളുകളും ഈ രൂപത്തിൽ നിസ്കാരം അത് നിർവഹിക്കുന്നത് കാണാറുണ്ട്. എന്നാൽ ഇന്ന സ്വലാത്ത കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, വ്യക്തമായ തെളിവാണ്. നിസ്കാരം എന്ന് പറഞ്ഞാൽ അതിന് ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട്. ആ സമയത്ത് തന്നെ നമ്മൾ നിർവഹിക്കണം എന്നുള്ളത് വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിച്ച കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞത് എന്താണ്? സ്വല്ലി സ്വലാത്ത ലിവഖ്തിഹ, നിസ്കാരം
നിങ്ങൾ അതിന്റെ സമയത്ത് തന്നെ നിർവഹിക്കണം എന്നുള്ളതാണ്. മറ്റു ചില ആളുകൾ നിസ്കാരം അതിന്റെ അവസാന സമയം വരെ കാത്തിരിക്കും. അസറൊക്കെ മഗ്രിബിനോടടുത്ത്, അല്ലെങ്കിൽ ളുഹർ അത് അസറിനോട് അടുപ്പിച്ച്, ഇങ്ങനെ നേരം വൈകിപ്പിച്ച് നിസ്കരിക്കുന്ന ആളുകൾ, എന്നിട്ട് ആ സമയമാകുമ്പോൾ ധൃതിപ്പെട്ട് എന്താണ് ചെയ്യുന്നത് എന്ന കൃത്യമായ ബോധ്യമില്ലാതെ നിസ്കാരം അങ്ങനെ അലസമായി നിസ്കരിക്കുന്ന ആളുകൾ, ഇവരുടെ നിസ്കാരത്തെ പറ്റിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, തിൽക സലാത്തുൽ മുനാഫിഖീൻ, ഇത് മുനാഫിഖുകളുടെ, കപടന്മാരുടെ നിസ്കാരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഇങ്ങനെ സമയം നീട്ടിക്കൊണ്ടുപോയി അവസാനം ഒരു ഖുശൂഉമില്ലാതെ, അച്ചടക്കമില്ലാതെ, അതിന്റെ റുക്നുകളും വാജിബാത്തുകളും ഒന്നിലും ഒരു ശ്രദ്ധ കൊടുക്കാൻ സാധിക്കാതെ അങ്ങനെ തോന്നിയതുപോലെ നിസ്കരിച്ച് കടമ തീർക്കുന്ന ആളുകളുണ്ട്. ഇത് കപട വിശ്വാസികളുടെ നിസ്കാരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. മാത്രവുമല്ല, ലാ യദ്കുറുല്ലാഹ ഫീഹാ ഇല്ലാ ഖലീല, ഇങ്ങനെയുള്ള നിസ്കാരക്കാരെ പറ്റി റസൂൽ പറഞ്ഞത് എന്താണ്? ഇങ്ങനെയുള്ള നിസ്കാരത്തിൽ അള്ളാഹുവിനോടുള്ള മുനാജാത്താണ് ഓരോ നിസ്കാരവും, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റാണ്, അള്ളാഹുവിന്റെ മുൻപിലാണ് നിൽക്കുന്നത് എന്ന ബോധ്യമാണ് നിസ്കരിക്കുമ്പോൾ ഓരോ നിസ്കാരത്തിലും ഒരു മുഅ്മിനുണ്ടായിരിക്കേണ്ടത്. പക്ഷേ ഇങ്ങനെ വേഗതയിൽ നിസ്കരിക്കുന്ന ആളുകൾ, അവർക്ക് അള്ളാഹുവിനെ ഈ സന്ദർഭത്തിൽ വളരെ കുറച്ചല്ലാതെ ഓർക്കാൻ സാധിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ വിഷയത്തിലാണ് നമുക്ക് ഈ ആയത്ത് കാണാൻ കഴിയുന്നത്. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, നിസ്കാരക്കാർക്ക് നാശം എന്ന് പറഞ്ഞത് എന്താണ്? മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചു, അവർ നിസ്കരിക്കും, അവർ അതിന്റെ അവസാന സമയത്തായിരിക്കും നിസ്കരിക്കുക. ഏറ്റവും ഒടുവിൽ അവർ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി അങ്ങനെ നിസ്കാരം അത് പൂർത്തിയാക്കും. ഇങ്ങനെ അവർ നിർവഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് യാതൊരു ശ്രദ്ധയും ഉണ്ടാവുകയില്ല. അത് ഇത്തരക്കാരുടെ നിസ്കാരം, അതാണ് നിസ്കരിക്കുന്നവർക്ക് നാശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണുവാൻ സാധിക്കും. മറ്റു ചില ആളുകൾ അവർ 5 വക്ത് നിസ്കരിക്കുന്നവരായിരിക്കും, പക്ഷേ വളരെ മടിയോടുകൂടെ, അലസതയോടുകൂടെ, എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസത്തോടുകൂടെ നിസ്കാരത്തെ കാണുന്ന ആളുകൾ, ഇതും മുനാഫിഖീങ്ങളുടെ ലക്ഷണമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. വൈദാ ഖാമൂ ഇല സ്വലാത്തി ഖാമൂ ഖുസാല യുറാഊന അന്നാസ വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അവർ നിസ്കാരത്തിൽ നിന്ന് കഴിഞ്ഞാൽ വളരെ ഉദാസീനരായിക്കൊണ്ട്, അലസമായി, അതുപോലെ തന്നെ യുറാഊന അന്നാസ, ആളുകളെ കാണിക്കാൻ വേണ്ടി, വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല, ഇങ്ങനെ നിസ്കാരം നിർവഹിക്കുന്ന ആളുകൾ, അലസമായി നിസ്കാരത്തെ കാണുന്നവർ, അവർക്കും ഈ പറയുന്ന രൂപത്തിൽ അള്ളാഹുവിനെ പറ്റി കുറച്ചല്ലാതെ ആ സമയത്ത് ഓർക്കാൻ കഴിയുകയില്ല. അല്ലെ, കൈകെട്ടിക്കഴിഞ്ഞാൽ നിസ്കാരത്തിലുള്ളവർ അവർ ചിന്തിക്കുന്നത് മുഴുവനും ഈ ദുനിയാവിനെ സംബന്ധിച്ചാണ്. അവരുടെ കച്ചവടത്തെ സംബന്ധിച്ച്, അവരുടെ യാത്രകളെ സംബന്ധിച്ച്, അവരുടെ ഇടപാടുകളെ സംബന്ധിച്ച്, ഇങ്ങനെ നിസ്കാരത്തിന് കൈകെട്ടിക്കഴിഞ്ഞാൽ മാത്രം പല പല രൂപത്തിലുള്ള ചിന്തകളും മനസ്സുകളിലേക്ക് കടന്നു വരുന്ന, നിസ്കാരത്തിൽ യാതൊരു ശ്രദ്ധയുമില്ലാത്ത ആളുകൾ, ഇങ്ങനെയുള്ള നിസ്കാരം അതും മുനാഫിഖീങ്ങളുടെ നിസ്കാരമാണ്, അതിന്റെ ലക്ഷണമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. തുമഅനീനത്തോടുകൂടെ, അച്ചടക്കത്തോടുകൂടെ കൃത്യമായി നിസ്കാരം നിർവഹിക്കുക. ഈ അച്ചടക്കം എന്ന് പറയുന്നത് നിസ്കാരം സ്വീകരിക്കാൻ കാരണമാകുന്ന ഒന്നാണ്. നിസ്കാരം സ്വീകരിക്കണമെങ്കിൽ അവനിൽ ഈ പറയുന്ന തുമഅനീനത്തുണ്ടായിരിക്കണം, അച്ചടക്കമുണ്ടായിരിക്കണം. ഇതില്ലാതെ നിസ്കരിച്ച വ്യക്തിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതെന്താണ്? വളരെ പ്രസിദ്ധമായ ഹദീസാണ് അല്ലെ. നമസ്കാരം മോശമാക്കി നിസ്കരിച്ച ഒരു വ്യക്തി, അദ്ദേഹത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് എന്താണ്? ഇർജി' ഫസല്ലി ഫഇന്നക ലം തുസല്ലി, നീ മടങ്ങിപ്പോകണം, എന്നിട്ട് നീ വീണ്ടും നിസ്കരിക്കണം, നിന്റെ നിസ്കാരം ശരിയാക്കിയിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അങ്ങനെ 2 3 തവണ ഇതേ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറയുന്നുണ്ട്. അദ്ദേഹത്തിനുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, അദ്ദേഹത്തിന് തുമഅനീനത്തുണ്ടായിരുന്നില്ല, നിസ്കാരത്തിൽ യാതൊരു അച്ചടക്കവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. റുക്കൂയിലേക്ക് പോകും, പക്ഷെ റുക്കൂയിലെത്തില്ല. സുജൂദിലേക്ക് കൃത്യമായി പോകും, പക്ഷെ സുജൂദിലേക്ക്, അതിന്റെ പൂർണ്ണതയിലേക്ക് അയാൾ എത്തുന്നില്ല. ഇങ്ങനെ വേഗതയിൽ കോഴി കൊത്തുന്നത് പോലെ സുജൂദും റുക്കൂകളും നിർവഹിച്ച ആ ആളോടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രൂപത്തിൽ ഈ ഉപദേശം നൽകിയത് എന്ന് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, നിങ്ങൾ നിസ്കാരം നിർവഹിക്കണം എപ്രകാരം എന്റെ നിസ്കാരം എങ്ങനെയാണോ ഞാൻ നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടത്, അതുപോലെ നിങ്ങൾ നിസ്കരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയെങ്കിലും നിർവഹിച്ചാൽ പോരാ, വളരെയധികം ശ്രദ്ധയോടെ, ബോധാപൂർവം, തയ്യാറെടുപ്പുകളോടെ
മാനസികമായി നമ്മൾ ഒരുങ്ങി തയ്യാറായി നിർവഹിക്കേണ്ട കർമ്മം തന്നെയാണ് നിസ്കാരം. നിസ്കാരത്തിന്റെ മഹത്വം അറിയിക്കുന്ന കാര്യമായി പണ്ഡിതന്മാർ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. നിസ്കാരവുമായി ബന്ധപ്പെട്ട് നിസ്കാരത്തിന് മുൻപും അതിന് ശേഷവുമുള്ള കാര്യങ്ങൾ, അതിന് പറഞ്ഞിരിക്കുന്ന പ്രതിഫലങ്ങൾ എത്രയാണ്. ഒരാൾ വുദൂവെടുത്ത് പള്ളിയിലേക്ക് നടന്നു വരുമ്പോൾ ആ ഓരോ കാലടിക്കും ഓരോ നന്മകൾ രേഖപ്പെടുത്തുന്നു, ഓരോ തിന്മകൾ മായ്ച്ചു കളയുന്നു, അവന്റെ ദർജകൾ അല്ലാഹു ഉയർത്തുന്നു. നിസ്കാരത്തിന് വേണ്ടി വുദൂവെടുത്ത് അടുത്ത നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ, അവർക്ക് വേണ്ടി മലായിക്കത്തുകൾ പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുവേ ഇവനെ നീ പുറത്തു കൊടുക്കണേ, ഇവനെ നീ റഹ്മത്ത് ചൊരിയണേ എന്ന് മലായിക്കത്തുകളുടെ പ്രാർത്ഥന. ഇങ്ങനെ വുദൂവെടുക്കുമ്പോൾ നമ്മുടെ ഓരോ വുദൂവെടുക്കുമ്പോഴും നമ്മൾ കൈകൾ കഴുകുമ്പോൾ ആ കഴുകുന്നതിലൂടെ നമ്മൾ കൈകൾ കൊണ്ട് ചെയ്ത പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതങ്ങനെ മായ്ച്ചു കളയുകയാണ്. അതിലൂടെ ഒലിച്ചു പോവുകയാണ് നമ്മുടെ തിന്മകൾ. ഇങ്ങനെ നിസ്കാരവുമായി ബന്ധപ്പെട്ട് അതിന് മുൻപും ശേഷവുമുള്ള കാര്യങ്ങൾക്ക് ഇത്രയധികം പ്രതിഫലങ്ങൾ പറഞ്ഞെടുത്ത് ആലോചിക്കുക സഹോദരങ്ങളെ. നിസ്കാരത്തിന് അങ്ങനെയെങ്കിൽ എത്രത്തോളം പ്രതിഫലമാണ് ഉണ്ടാവുക? നിസ്കാരത്തിന് മുൻപും ശേഷവുമുള്ള കാര്യത്തിന് ഇത്രയധികം ശ്രേഷ്ഠതകളും പവിത്രതകളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്ന മർമ്മമായ നിസ്കാരത്തിന് എത്ര പ്രതിഫലമായിരിക്കും സഹോദരങ്ങളെ. അതുകൊണ്ട് അതിന്റെ ഗൗരവം അത് നമ്മൾ ഒരിക്കലും മറന്നുകൂടാൻ പാടില്ല. ഈ രൂപത്തിൽ നിസ്കാരം സൂക്ഷ്മതയിൽ അതിന്റെ ഏറ്റവും പൂർണ്ണതയിൽ നിർവഹിക്കാൻ കഴിയുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നിസ്കാരവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഗൗരവം അറിയിക്കുന്ന ഏതാനും ചില കാര്യങ്ങളാണ് പറഞ്ഞു വന്നത്. ഒരിക്കലൊരു സ്വഹാബി, മഹാനായ മറ്റൊരു സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് വന്നു. അദ്ദേഹം പറഞ്ഞു, ആ സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെടുകയാണ്, ഫഹദ്ദിസ്നി ബിഹദീസിൻ സമിഅതഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിൽ നിന്നും താങ്കൾ കേട്ട ഒരു ഹദീസ് എനിക്ക് താങ്കൾ പഠിപ്പിച്ചു തരണം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏത് സ്വഹാബിയോടാണ് ഈ സ്വഹാബി ഒന്ന് ആവശ്യപ്പെടുന്നത്? മഹാനായ സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറയെ സംബന്ധിച്ചിടത്തോളം സ്വഹാബികൾക്കിടയിൽ ഏറ്റവും അധികം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയാണ്. ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിവായത്ത് ചെയ്ത സ്വഹാബിയാണ് അബൂ ഹുറൈറ. 5000-ലധികം ഹദീസുകൾ അദ്ദേഹം രേഖപ്പെടുത്തിയത് കാണുവാൻ സാധിക്കും. ഈ സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇത്രയും ഹദീസുകൾ അദ്ദേഹത്തിന് മനപ്പാടമുണ്ട്. ഹദീസിന്റെ വിഷയത്തിൽ വലിയ അവഗാഹമുള്ള സ്വഹാബിയാണ്. അങ്ങനെ ഈ സ്വഹാബിക്ക് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്ന ഹദീസ് നമുക്ക് ഇപ്രകാരം കാണാം. അദ്ദേഹം പഠിപ്പിക്കുകയാണ്, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഞാൻ കേട്ടിരിക്കുന്നു. എന്താണ്? ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി മിൻ അമലിഹി സ്വലാത്തുഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, ഒരു മനുഷ്യൻ അവൻ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ അള്ളാഹുവിന്റെ മുൻപിൽ വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു അവനോട് ആദ്യമായി ചോദിക്കുന്നത് യൗമൽ ഖിയാമത്തി മിൻ അമലിഹി, ഖിയാമത്ത് നാളിൽ അവന്റെ അമലിൽ ഒന്നാമത്തെ ചോദ്യം സ്വലാത്തുഹു, അവൻ നിർവഹിച്ച നിസ്കാരത്തെ പറ്റിയുള്ളതായിരിക്കും. ഫൈൻ സ്വലഹത് ഫഖദ് അഫ്ലഹ വഅൻജഹ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആ ചോദ്യത്തിന്, നിസ്കാരവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയാൻ ഒരാൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഫഖദ് അഫ്ലഹ വഅൻജഹ, അവൻ വിജയിച്ചു, അവന്റെ കാര്യങ്ങൾ അത് പൂർത്തിയായി കഴിഞ്ഞു, പിന്നീട് മറ്റൊരു കാര്യത്തെക്കുറിച്ചും അവൻ ഭയപ്പെടേണ്ടതില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നിസ്കാരം ക്ലിയറായി കഴിഞ്ഞാൽ അവൻ പരാജിതനാവുകയില്ല. ഇനി എങ്ങാനും വൈൻ ഫസദത്, അതിനെക്കുറിച്ച് കൃത്യമായി മറുപടി പറയാൻ അതിന്റെ വിഷയത്തിൽ ഒരാൾ പരാജയപ്പെട്ടാൽ ഫഖദ് ഖാബ വഖസിറ, അവൻ എന്തായിരിക്കും? അവൻ പരാജയപ്പെട്ടിരിക്കുന്നു, അവൻ നഷ്ടക്കാരിൽപ്പെട്ടിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ പറഞ്ഞതുപോലെ അനേകായിരം ഹദീസുകൾ രേഖപ്പെടുത്തിയ ഓർമ്മയിലുള്ള സ്വഹാബി, അദ്ദേഹം ഇങ്ങനൊരു സ്വഹാബി ഒരു ഹദീസ് പഠിപ്പിക്കണമെന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന ഹദീസ് നിസ്കാരവുമായി ബന്ധപ്പെട്ടാണ്. ഈ റിവായത്തിൽ തന്നെ നമുക്ക് കാണാം, ഈ ഹദീസിന്റെ മറ്റൊരു റിവായത്തിൽ നമുക്ക് കാണാം, ഫഇൻ ഖുബിലത് സ്വലാത്തുഹു ഖുബില മിൻഹു സായിറു അമലിഹി, ഒരാളുടെ നിസ്കാരം അതെങ്ങാനും അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ടതായിട്ടാണ് ഉള്ളതെങ്കിൽ മറ്റുള്ള അമലുകളും
അത് അവനിൽ നിന്നും സ്വീകരിക്കപ്പെടും എന്ന് കാണാം. നേരെ മറിച്ച് വഇൻ റുദ്ദത് അലൈഹി സ്വലാത്തുഹു റുദ്ദ അലൈഹി സായിറു അമലിഹി, ഇനി അതല്ല, നിസ്കാരം ഒരാളിൽ നിന്നും തള്ളപ്പെട്ടതാണെങ്കിൽ അവനിൽ നിന്നും പരിഗണിക്കപ്പെടുന്ന രൂപത്തിലുള്ള നിസ്കാരം അവനിൽ നിന്നും ഇല്ല എങ്കിൽ മറ്റുള്ള അമലുകളും ഇതേ രൂപത്തിൽ തള്ളപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, നിസ്കാരം എന്ന് പറയുന്ന മഹത്തരമായ ഉമ്മഹാത്തുൽ ഇബാദ, ഇബാദത്തുകളിൽ ഏറ്റവും സുപ്രധാനമായത്, ഏറ്റവും ഖൈറായ ഇബാദത്ത്, ഈ നിസ്കാരത്തെപ്പറ്റി കൃത്യമായ ഉണർവും ബോധ്യവും ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഉണ്ടായിരിക്കണം. ഈ നിസ്കാരം ഏറ്റവും നല്ല രൂപത്തിൽ നിർവഹിക്കാൻ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ബാക്കി എല്ലാ അമലുകളും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നതാകും എന്നതാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. ഇനി പോരായ്മകളുണ്ടെങ്കിലോ, നമ്മുടെ നിസ്കാരത്തിൽ പോരായ്മകളുണ്ടെങ്കിൽ അത് നമ്മുടെ ബാക്കിയുള്ള അമലുകളെയും ഇല്ലാതാക്കിക്കളയും, അതിലും പോരായ്മകളുണ്ടാകും എന്ന് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നു. പല ആളുകളും കൃത്യമായി ഞാൻ പള്ളികളിലേക്ക് വരാറുണ്ട്, നിസ്കരിക്കാറുണ്ടല്ലോ എന്ന് കരുതുന്ന ആളുകൾ നമ്മുടെ നിസ്കാരം മുഴുവനായും അത് ശരിയാണ്, ക്ലിയറാണ് എന്ന് ആശ്വസിച്ചിരിക്കുന്ന ആളുകൾ, പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു ഹദീസ് നമുക്ക് ഇപ്രകാരം കാണുവാൻ സാധിക്കും. എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഒരാൾ നിസ്കരിച്ചു, 60 വർഷക്കാലം അയാൾ നിസ്കാരം നിർവഹിച്ചു, പക്ഷേ അയാളിൽ നിന്ന് നിസ്കാരം അത് സ്വീകരിക്കപ്പെടുന്നില്ല. സഹോദരങ്ങളെ, ആലോചിച്ച് നോക്കണം. നിസ്കരിക്കാത്ത ആളുകളല്ല, അവൻ നിസ്കരിച്ചിട്ടുണ്ട്, പക്ഷേ അവന്റെ നിസ്കാരം അത് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കുന്നില്ല. കാരണം എന്താണ്? ലാ യതിമ്മു റുകൂഅഹ വലാ സുജൂദഹ വലാ ഖിയാമഹ വലാ ഖുശൂഅഹ. അവൻ നിസ്കരിക്കുമ്പോൾ അവന്റെ നിസ്കാരം അതിന്റെ റുകൂ അവൻ പൂർത്തിയാക്കുന്നില്ല, അവന്റെ സുജൂദ് അവൻ പൂർത്തിയാക്കുന്നില്ല, അവന്റെ നൃത്തം അത് ശരിയായിട്ടില്ല, അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിയിട്ടില്ല, അതിലുണ്ടായിരിക്കേണ്ട ഖുശൂ അതൊരാൾക്കില്ല. ഈ രൂപത്തിലാണ് നമ്മുടെ നിസ്കാരമെങ്കിൽ നമ്മൾ എത്ര വഖത്ത് നമസ്കരിച്ചിട്ടും കാര്യമില്ല. ഇങ്ങനെയും ചില ആളുകൾ ഉണ്ടാകും എന്ന് റസൂലാണ് പറയുന്നത്. 60 വർഷക്കാലം നിസ്കരിച്ച ഒരാളുടെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കാത്തൊരവസ്ഥ. സഹോദരങ്ങളെ, ഒന്ന് ആലോചിച്ച് നോക്കുക. നിസ്കരിച്ചിട്ടുണ്ട്, എന്നിട്ടും ഒരു വക്തും നിസ്കരിക്കാത്തവരെ പോലെ അങ്ങനെയുള്ള ആളുകളുടെ കൂടെ, തമ്മാടികളുടെ കൂടെ നാളെ അള്ളാഹുവിന്റെ മുൻപിൽ ഖേദിച്ചുകൊണ്ട് നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇത് നമുക്കുണ്ടായിക്കൂടാ. അതുകൊണ്ട് ഈ നിസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മൾ കൃത്യമായി അതിൽ വല്ല പോരായ്മകളുമുണ്ടെങ്കിൽ അതിനെ മറികടക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് നമ്മുടെ പോരായ്മകൾ, നിസ്കാരത്തിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് മനസ്സിലാക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. തീർച്ചയായും നിസ്കാരം അത് നീചവൃത്തികളിൽ നിന്നും അതുപോലെ തന്നെ നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്നും ഒരാളെ തടയുന്നതാണ് നിസ്കാരം. സഹോദരങ്ങളെ, നമ്മൾ നിസ്കരിക്കുന്നു, നമ്മൾ പള്ളികളിലേക്ക് കൃത്യമായി വരാറുണ്ട്, നമ്മൾ നിസ്കരിക്കുന്നു, നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ ഹറാമുകൾ കേൾക്കുന്നു, നമ്മൾ ഹറാമുകൾ കാണുന്നു, നമ്മൾ ഹറാമുകൾ അനുഭവിക്കുന്നു എങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ നിസ്കാരത്തിന് കുറവുകളുണ്ട്, നമ്മുടെ നിസ്കാരത്തിൽ പോരായ്മകളുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പറഞ്ഞത്, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിസ്കാരം നിങ്ങൾ മുറപ്രകാരം നിർവഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തെറ്റുകളിലേക്ക് നിങ്ങൾ പോവുകയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഈ പറയുന്ന ഹറാമുകളും അതുപോലെ തന്നെ വേണ്ടാത്തരങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല. അതിനൊരു തടയാണ് നിസ്കാരം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിസ്കാരം ഈ പറയുന്ന തിന്മകൾക്ക് തടയിടാൻ കാരണമാകുന്നില്ല എങ്കിൽ നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരത്തിന് കുറവുകളുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഈ രൂപത്തിൽ നിസ്കാരത്തിന്റെ പോരായ്മകൾ എന്താണ്, എന്റെ പോരായ്മകൾ എന്താണ് എന്നുള്ളത് ഞാൻ ആലോചിക്കണം. ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും ഈ പറയുന്ന നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഏറ്റവും മർമ്മമായ ഇസ്ലാമിന്റെ നെടുന്തൂൺ എന്ന് പറയുന്ന ഈ നമസ്കാരത്തെ പറ്റി നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിച്ച മുഅ്മിനീങ്ങളെ പറ്റി പറഞ്ഞെടുത്ത് നമുക്ക് എന്താണ് കാണാൻ കഴിയുന്നത്? അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അവർ അവരുടെ നിസ്കാരത്തിൽ ഖുശൂഉള്ള ആളുകളായിരിക്കും. നിസ്കാരത്തിൽ വളരെയധികം ശ്രദ്ധയോടുകൂടെ അള്ളാഹുവിന്റെ മുൻപിലാണ് നിൽക്കുന്നത് എന്ന ഉത്തമ ബോധ്യത്തിൽ അതിന്റെ റുക്നുകളും വാജിബാത്തുകളും എല്ലാം കൃത്യമായി ശ്രദ്ധിച്ച് സുന്നത്തുകൾ, നിസ്കാരത്തിലെ സുന്നത്തുകൾ എല്ലാം എടുത്തുകൊണ്ട് അങ്ങനെ വളരെ കൃത്യതയോടുകൂടി അതിന്റെ സമയത്ത് തന്നെ നിർവഹിക്കുന്ന ആളുകളായിരിക്കും. അവരാണ് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ.
മുഅ്മിനീങ്ങൾ, വിജയിച്ച മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞെടുത്ത് അവരുടെ വിശേഷണങ്ങൾ പറഞ്ഞപ്പോൾ ഒന്നാമതായി പറഞ്ഞത് നിസ്കാരത്തിന്റെ വിഷയമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ നിസ്കാരത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഏറ്റവും നല്ല ഭയഭക്തിയോടുകൂടി നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നിസ്കാരത്തെ തൊട്ട് അതിന്റെ ഏറ്റവും പൂർണ്ണമായ ഈ പറഞ്ഞ റുക്നുകളും വാജിബാത്തുകളുമൊക്കെ ഏറ്റവും നല്ല രൂപത്തിൽ സൂക്ഷ്മത പുലർത്തി നിർവഹിക്കാൻ കഴിയുന്ന യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള തെറ്റുകളും കുറവുകളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഅ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوة يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم